2026 വർഷഫലം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ കർക്കിടക രാശിയിൽ വരുന്നതാണ്. കർക്കിടകത്തില് ഈ ഒരു വർഷം നമുക്ക് 12-ലായിരുന്നു വ്യാഴം വന്നിരുന്നത്. അതായത് 2025-ലൊക്കെ നമുക്ക് 12-ാം ഭാവത്തിലാണ് വന്നത്. 2026-ലായപ്പോൾ നമുക്ക് ജൂൺ വരയ്ക്ക് 12-ാം ഭാവത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നതെങ്കിലും ജൂണിന് ശേഷം നമുക്ക് വ്യാഴം ലഗ്നത്തിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ലഗ്നത്തിൽ വ്യാഴം വരുന്നത് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ്. ആ 12 മോക്ഷസ്ഥാനാണ്. അതിൽ നിന്ന് നമ്മുടെ ലഗ്നത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പിന്നെ 9-ാം ഭാവത്തിൽ നമുക്ക് ശനീശ്വരൻ വന്ന് നിൽക്കുന്നുണ്ട്. കർക്കിടക രാശിക്കാർക്ക് 9-ലെ ശനി നമുക്ക് ഭാഗ്യത്തെ കൊടുക്കുന്നുണ്ട്. ആത്മീയപരമായിട്ട് ദൈവികമായിട്ട് കുറേ നല്ലത് തരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ തുടങ്ങി നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപാസനയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പവർ കിട്ടുന്നൊരു സമയമാണ്. അവർ നന്നായിട്ട് ഉപാസനയൊക്കെ നടത്തുക, പിന്നെ അതിന് സമയം നന്നായിട്ട് കണ്ടെത്തുക. 9-ല് ആ വ്യാഴം അവിടെ നിൽക്കുകയും വ്യാഴക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത്. അതാണ് ഈ പ്രാവശ്യം പ്രത്യേകത. ആ വ്യാഴം നമ്മുടെ ലഗ്നത്തിലുമാണ് വരുന്നത്. അപ്പോൾ നല്ല മാറ്റങ്ങൾ വരും. പിന്നെ ഭാഗ്യ അനുഭവങ്ങൾ പെട്ടെന്ന് നമുക്കൊരു മാറ്റങ്ങളെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ 2-ലെ വാക്കുകളെ ശ്രദ്ധിക്കണം. നിധി, കോശം, ധനം, വാക്ക്. അവിടെ കേതു ഉള്ളത് കൊണ്ട് വാക്കിനെ വളരെയധികം ശ്രദ്ധിക്കണം.